വി എസ് അച്യുതാനന്ദൻ എന്ന അതികായന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്കുമുള്ള തിരിച്ചുവരവിന് കളമൊരുക്കിയത് മലമ്പുഴയിലെ 2001 തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു. പിന്നീട് നടന്ന 3 തിരഞ്ഞെടുപ്പിലും ബി എസ് എന്ന രണ്ടക്ഷരത്തിൻ്റെ മാസ്മരികതയിൽ ചുറ്റിയായിരുന്നു മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ബി എസിനെയും ഇ കെ നയനാരെയും വിജയിപ്പിച്ച മലമ്പുഴ ജില്ലയിലെ CPM-ന്റെ ഉരുക്കുകോട്ടകളിലൊന്നാണ്. 1965 മുതൽ 1996 വരെ ഇവിടെ CPM-ന്റെ സ്ഥാനാർത്ഥികൾ മാത്രമാണ് ജയിച്ചു കയറിയിട്ടുള്ളത് എന്ന ചരിത്രത്തിൻ്റെ പിൻബലത്തിലാണ് വി എസ് മാരാരിക്കുളത്ത് നിന്ന് മലമ്പുഴയിലേക്ക് വണ്ടി കയറിയത്. എന്നാൽ കോൺഗ്രസിലെ സതീശൻ പാച്ചേനി എന്ന യുവനേതാവിനോട് ആദ്യംഗത്തിൽ പുന്നപ്ര സമരനായകൻ നന്നേ വിയർത്തു. തോൽക്കുമെന്നവരെ വിധിയെഴുതിയവരുണ്ട്. അത്ര തിളക്കമുള്ള ജയമായിരുന്നില്ല അദ്ദേഹത്തെ കാത്തിരുന്നത്. കേവലം 4703 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉരുക്കുകോട്ട വി എസിന് നൽകിയത്. തോൽവിയുടെ വക്കോളമെത്തിയ വിജയത്തിന് പിന്നിൽ ഒരു പത്രവാർത്തയുണ്ട്. വി എസിനെ അക്ഷരാർത്ഥത്തിൽ രക്ഷിച്ച ഒരു സ്കൂപ്പ്. വി എസിന് സ്ഥാനാർത്ഥിത്വം പാർട്ടിയും കേന്ദ്ര കമ്മിറ്റിയും PBയും നിഷേധിച്ചതിനെ തുടർന്ന് കേരളം ഇളകിമറിഞ്ഞ സമയമായിരുന്നു അത്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരും സുകുമാർ അഴീക്കോടും, എന്തിന് സാധാരണക്കാർ പോലും അന്നത്തെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിൻ്റെ പ്രതിഷേധങ്ങൾ അറിയിച്ചു. പല ജില്ലകളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ചരിത്രത്തിലാദ്യമായി CPM ജനവികാരത്തിന് കീഴ്പ്പെടുകയും വി എസിൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുകയും ചെയ്തു. പോളിംഗിന് ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ മലമ്പുഴയിൽ വി എസിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും നീക്കം നടക്കുന്നതായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ S. ജഗദീഷ് ബാബുവിന് തെളിവുകൾ സഹിതം വിവരം ലഭിക്കുന്നു. വി എസിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടെന്നും അട്ടിമറിക്ക് പോലും സാധ്യതയുണ്ടെന്നുമായിരുന്നു അദ്ദേഹത്തിന് അതിൽ നിന്നും മനസ്സിലായത്. തോൽവി പോലും സംഭവിച്ചേക്കാവുന്ന അവസ്ഥ. പത്രാധിപർ MS മണിയെ വിളിച്ച് അദ്ദേഹം വിവരങ്ങൾ പറഞ്ഞു. വി എസിനോട് കാര്യങ്ങൾ ഉടൻ അറിയിക്കാനായിരുന്നു നിർദ്ദേശം. തുടർന്ന് ജഗദീഷ് ബാബു മലമ്പുഴ റെസ്റ്റ് ഹൗസിലെത്തി ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് വി എസിനോട് ആവശ്യപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന PA സുരേഷ് കുമാറിനെയും അഡീഷണൽ സെക്രട്ടറി KM ഷാജഹാനെയും മാറ്റി നിർത്തി വി എസ് എല്ലാം കേട്ടു. മണ്ഡലത്തിൽ പല സ്ഥലത്തും അടിയൊഴുക്കുണ്ടെന്നും ഭൂരിപക്ഷം വളരെ കുറയുമെന്നും ജഗദീഷ് ബാബു അറിയിച്ചു. എല്ലാം സശ്രദ്ധം കേട്ട വി എസ് നാളെ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് പതിവ് പോലെ തൊഴുതു പിരിഞ്ഞു. പിറ്റേന്ന് വൈകുന്നേരം അപ്രതീക്ഷിതമായി മൊബൈൽ ഫോണിലേക്ക് വി എസ് നേരിട്ട് വിളിച്ച് കാണണം എന്നാവശ്യപ്പെട്ടു. വൈകാതെ വീണ്ടും ഇരുവരും തമ്മിൽ കണ്ടു. ജഗദീഷ് ബാബു പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്നും അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും വി എസ് അദ്ദേഹത്തെ അറിയിച്ചു. NN കൃഷ്ണദാസിനെ കാര്യങ്ങൾ പറഞ്ഞ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദിവസങ്ങൾ കഴിഞ്ഞ് കൗണ്ടിംഗ് ദിവസമെത്തി. എതിർ സ്ഥാനാർത്ഥി സതീശൻ പാച്ചേനിയുമായി വി എസിൻ്റെ ഭൂരിപക്ഷം മണിക്കൂറുകൾ കഴിയുന്തോറും കുറഞ്ഞു വന്നു. മണ്ഡലത്തിൽ മാത്രമല്ല, കേരളമാകെ മലമ്പുഴയിലെ സതീശൻ പാച്ചേനിയുടെ മുന്നേറ്റം വിസ്മയത്തോടെ കണ്ട മണിക്കൂറുകൾ. ഒടുവിൽ 4703 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വി എസ് വിജയിച്ചതായി പ്രഖ്യാപനം. അപ്പോഴേക്കും ജഗദീഷ് ബാബുവിൻ്റെ മൊബൈലിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് വി എസിൻ്റെ അടുത്ത വിളി. അവിടെ എത്തിയ അദ്ദേഹത്തോട് വി എസ് MS മണിയെ ഫോണിൽ വിളിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഇരുവരും തമ്മിൽ 10 മിനിറ്റോളം നീണ്ട സംഭാഷണം. സംസാരം കഴിഞ്ഞ് ഫോൺ മടക്കി കൊടുത്തുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി തൻ്റെ വീട്ടിലേക്ക് അയക്കണം എന്ന് വി എസ് ആവശ്യപ്പെട്ടു. ദിവസങ്ങൾക്കുള്ളിൽ ജഗദീഷ് ബാബു റിപ്പോർട്ട് വി എസിന് അയച്ചു കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ നടന്ന ചർച്ചകളിൽ പിന്നീട് പ്രമുഖരായ നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ നടപടികളുണ്ടാവുകയും ചെയ്തു എന്നത് ചരിത്രം. ശേഷം പിന്നീട് നടന്ന 3 തിരഞ്ഞെടുപ്പുകളിലും വി എസ് തൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. 2006 സീറ്റ് നിഷേധവും തുടർന്നുള്ള വി എസിൻ്റെ വിജയവും മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള പോരാട്ടവും അങ്ങനെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമായി. ഒരർത്ഥത്തിൽ ജഗദീഷ് ബാബു എന്ന മാധ്യമപ്രവർത്തകനില്ലായിരുന്നെങ്കിൽ മലമ്പുഴയിലെ ആദ്യ മത്സരത്തിൽ വി എസിന് മാരാരിക്കുളം പോലെ തിരിച്ചടി സംഭവിക്കുമായിരുന്നു. പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും വി എസിന് തിരിച്ചു വരാനുള്ള അവസരമാണ് ജഗദീഷ് ബാബു എന്ന മാധ്യമപ്രവർത്തകൻ അന്ന് ഒരുക്കിയത്.